അർച്ചന, നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലി കിട്ടിയത് ഞാനാണെങ്കിൽ നീ ഇപ്പോ മോളെ എടുത്തോണ്ട് എന്റെ കൂടെ ഇറങ്ങി വരണം. തച്ചി, ദേവിയെ നിങ്ങളോട് വേളം വെക്കരുത്. വാ, നമുക്ക് മോളിൽ പോയി സംസാരിക്കാം. വാ. ഇനി എന്ത് സംസാരിക്കാൻ? മതി, ഈ ഒളിച്ചുകളി ഇന്നത്തോടെ അവസാനിപ്പിക്കും ഞാൻ. എല്ലാവരും എല്ലാം അറിയട്ടെ. ഇനി ഒരു രഹസ്യം എനിക്കില്ല. മോനെ ഗോകുലെ, നീ ഈ ഭ്രാന്തന്റെ ആട്ടം കണ്ടോണ്ട് നിൽക്കാണോ? പിടിച്ചവനെ പുറത്താക്ക്. ശിശിരെ, വേഗം രാജീവിനെ വിളിക്ക്. പോലീസ് വന്ന് കൊണ്ടുപോകുമ്പോ ഇവന്റെ അഹങ്കാരം തീരും. ഇവൻ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടും നീ തമ്മോൻ ഇവനെ പിടിച്ച് പുറത്താക്കാത്തത്? എന്നെ പിടിച്ച് പുറത്താക്കാനോ? ഈ നിൽക്കുന്ന അമ്മയുടെ മോന് അതിനുള്ള ധൈര്യം ഉണ്ടോന്ന് ചോദിക്കേ. ഇയാളുണ്ടല്ലോ, അഡ്വക്കേറ്റ് ഗോകുൽ രാജ് എന്ന അമ്മയുടെ ഈ മകൻ. ഞാൻ പറയാതെ ഇയാളൊരു ചൂടാണെങ്കില്ല. കാരണം എന്താണെന്നറിയോ? സത്യവും ന്യായവും എന്റെ പക്ഷത്താണെന്ന് ഇയാൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട്. ഈ നിൽക്കുന്ന നിങ്ങളുടെ മകന്റെ ഭാര്യ സംവൃദ്ധ ആരാണെന്നറിയോ? ഇവൾ എന്റെ ഭാര്യ അർച്ചനയാ. ഇവളുടെ കഴുത്തി കിടക്കുന്ന ഈ താലി ഞാൻ കെട്ടിയതാ. നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. കാണ്. മോനെ, ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ സത്യമാണോടാ? പകല് പോലെ സത്യ. തെളിവുകൾ എത്ര വേണമെങ്കിലും ഇനി ഞാൻ കാണിക്കാം. ദാ കാണ്, നല്ലതുപോലെ നോക്ക്. ഇത് ഇവള് തന്നെയല്ലേ? കൂടെ ഉള്ളത് ഞാൻ തന്നെയല്ലേ? ദാ കാണ്, നല്ലതുപോലെ നോക്ക്. അർച്ചനെ, നീ എന്താന്നും മിണ്ടാത്തെ? ഇതൊക്കെ കണ്ടിട്ടും നിനക്കെന്നെ ഓർമ്മ വരുന്നില്ലേ? അർച്ചനെ, നമ്മുടെ അമ്മ നിന്നെ കാണാതെ മരുന്ന് ഭക്ഷണം ഒന്നും കഴിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുക.